ഏ, ഇങ്ങനെത്ര പെട്ടെന്ന് കെട്ടിയെടുത്തു? അവിടെ എന്തോ മലമറിക്കുന്ന പണിയുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണ പിറ്റേന്നാണെന്ന് പോലും ഓർക്കാതെ രാവിലെ ഇയാൾ കോടതിയിലേക്കെന്നും പറഞ്ഞ് കെട്ടിയെടുത്തുകൊണ്ട് പോയത്? ഇത്ര പെട്ടെന്ന് അവിടുത്തെ പണി കഴിഞ്ഞു? പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നു നിന്ന് അഗ്നിയെ കണ്ട ഷോക്കിൽ കൊച്ചു സ്വയം ചോദിച്ചു പോയി. പെട്ടെന്നാണ് താനിപ്പോൾ അവനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. എന്റെ മഹാദേവാ, ഇന്ന് എന്റെ അന്ത്യം ഇങ്ങരുടെ കൈകൊണ്ട് തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് എളിച്ചു കാണിച്ചു കൊടുത്തു. അവിടെയാണെങ്കിൽ കട്ടക്കലിപ്പ്. ഉച്ചയ്ക്ക് ശേഷം അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസിന്റെ പ്രധാനപ്പെട്ട ഫയൽ റൂമിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അഗ്നി. അപ്പോഴാണ് ഒരാൾ തന്റെ ഫോട്ടോയിലേക്ക് നോക്കി വീരവാദം മുഴക്കുന്നത് അവൻ കാണുന്നത്. അതും തനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാത്തവൾ. അത് മതിയല്ലോ ചെക്കന്റെ ടെമ്പർ തെറ്റാൻ. അവൻ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു വരാൻ തുടങ്ങിയതും പോക്കറ്റിൽ കിടന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്തു. ശേഷം അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും മറുവശത്ത് നിന്നും പറഞ്ഞ വാർത്ത കേട്ട് അവൻ വേഗം തിരിഞ്ഞ് കബോർഡിനരികിലേക്ക് നടന്നു. ആ, ഞാനിപ്പോൾ വരാം, ജസ്റ്റ് 10 മിനിറ്റ്സ്, അവൻ ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ശേഷം കബോർഡിൽ നിന്ന് അത്യാവശ്യമായ ഫയലും കയ്യിലെടുത്ത് അവളെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഓ, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ആ, എന്തായാലും കൃത്യസമയത്ത് തന്നെ കോൾ വന്നത് നന്നായി. അല്ലെങ്കിൽ ഇന്നെന്റെ പുലകുളി അടിയന്തരം അങ്ങോട്ട് നടത്തേനെ. ആ, എന്തായാലും ആ വിളിച്ചവന് കോടി കോടി പുണ്യം കിട്ടട്ടെ എന്റെ മഹാദേവാ. അവൾ ഇരു കൈകളും കൂപ്പി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം ഫയലും കൊണ്ട് താഴേക്കിറങ്ങി വന്നവൻ ദേഷ്യത്തോടെ കാറിലേക്ക് കയറി ഓടിച്ചു പോയി. അവന്റെ ദേഷ്യം മുഴുവൻ അവൻ സ്റ്റിയറിംഗിൽ തീർക്കുന്നുണ്ടായിരുന്നു. എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്! ഇരുട്ടടയ്ക്ക, അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ജന്മ അഗ്നിദത്ത് യാദവന്റെ ഭാര്യ ഈ നക്ഷത്ര സേതുമാധവനായിരിക്കും പോലും. എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവൾ അങ്ങനെ പറഞ്ഞത്? ഇനി വാടി, നിന്നെ ഞാൻ ഭാര്യയായിട്ട് വാഴിക്കാം. അവൾ പറഞ്ഞതൊക്കെ ഓർക്കും തോറും അവനെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായി അവന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ കോടതി ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ ആ പെണ്ണിന്റെ സാമീപ്യമില്ലാതെ ഒരു രാത്രി പോലും അവൻ ഉറങ്ങാൻ കഴിയില്ലെന്ന്. മോളെ നന്ദു, ഈവനിങ് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം അച്ചുവിനോട് പറയാനായി മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയ നന്ദുവിനെ പിന്നിൽ നിന്നും ജാനകി വിളിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ, എന്താ അമ്മേ? ജാനകിയെ കണ്ട് അവൾ അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അത് മോളെ, ഈവനിങ് നിങ്ങൾ 4 പേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം മറക്കല്ലേ എന്ന് പറയാനാ അമ്മ വിളിച്ചത്. ആ, ഇല്ലമ്മേ, ഞാൻ ഇക്കാര്യം നച്ചുവിനോട് പറയാൻ വേണ്ടി മുകളിലേക്ക് പോകാൻ തുടങ്ങിയത്. അവർ പറഞ്ഞത് കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഓ, ആണോ? എനിക്ക് മോള് പോയി പറഞ്ഞിട്ട് വാ, അവർ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരിയമ്മേ. അത് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ് മുകളിലെ പടികൾ ഇറങ്ങി നച്ചു താഴേക്ക് വന്നത്. ആ, നീ വന്നോ നച്ചു? ഞാൻ നിന്നെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. നന്ദു പറഞ്ഞത് കേട്ട് അവൾ ഇരുവരെയും നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി. വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന കാര്യം പറയാൻ, അവൾ പറഞ്ഞത് കേട്ട് നച്ചു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അല്ല മോളെ, അവൻ ഓഫീസിൽ പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ, മോളൊന്ന് വിളിച്ചു നോക്കിയേ. ഒരു നിമിഷം അവർ പറഞ്ഞത് കേട്ട് അവളൊന്ന് ഞെട്ടി. അഗ്നിയുടെ നമ്പർ അവളുടെ കയ്യിലില്ല, അത് തന്നെയാണ് കാരണം. അതമ്മേ, ദത്തയുടെ ഉച്ചയ്ക്ക് വന്നിരുന്നു ഏതോ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞിരുന്നു ഈവനിങ് നേരത്തെ വരാമെന്ന്. അവൾ അവരുടെ മുഖത്ത് നോക്കാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ആണോ? എന്നിട്ട് ഞങ്ങളാരും കണ്ടിരുന്നില്ലല്ലോ, അവൾ പറഞ്ഞത് കേട്ട് അവർ അത്ഭുതത്തോടെ ചോദിച്ചു. അതമ്മേ, എന്തൊരു ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാ, പെട്ടെന്ന് പോവുകയും ചെയ്തു. അവൾ പറഞ്ഞത് കേട്ട് അവർ ഒന്ന് തലയാട്ടി. അപ്പോഴേക്കും മുകളിൽ നിന്ന് കാശിയും ഇറങ്ങി വന്നിരുന്നു. ഇവിടെ എന്താ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ഒരു ഗൂഢാലോചന? അവരുടെ അരികിലേക്ക് നടന്നു വന്ന കാശി നന്ദുവിനെ നോക്കിയൊന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് 3 പേരോടുമായി ചോദിച്ചു. അത് കണ്ടതും നന്ദു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നന്ദുവിന്റെ നോട്ടം കണ്ട് അവൻ തന്റെ 2 കണ്ണുകളും ചിമ്മി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അഗ്നിയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു കാശി, അവൻ ഇതുവരെ എത്തിയില്ലല്ലോ, ഇവന് നിങ്ങൾക്ക് അമ്പലത്തിൽ പോവേണ്ടതല്ലേ? ജാനകി പറഞ്ഞത് കേട്ട് അവൻ ശരിയാണല്ലോ എന്ന രീതിയിൽ തലയാട്ടി. ആ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കേസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും തലയ്ക്ക് പിടിച്ച പിന്നെ അവന് വേറൊരു ചിന്തയും ഉണ്ടാകില്ല. അതും പറഞ്ഞുകൊണ്ട് കാശി ഫോൺ എടുത്ത് അഗ്നിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ശേഷം ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ആ, കാശി വിളിക്കുന്നതുകൊണ്ട് അവൻ എന്തായാലും വരാതിരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി വേഗം കുളിച്ച് റെഡിയായിക്കോ, ജാനകി അവരോടായി പറഞ്ഞത് അവർ ഒരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. എനിക്കൊന്നും കേൾക്കേണ്ടതെത്താം, ഈവനിങ് നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ എത്തണം, അതിന് എത്ര തിരക്കാണെങ്കിൽ പോലും. എന്തായാലും 5 മണിക്ക് ശേഷം നിനക്ക് കോടതിയിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഫോണിൽ കൂടി കാശി അഗ്നിയോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞതെത്താ, ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. ഞങ്ങൾ ഇവിടെ റെഡിയാവാൻ പോവാ, കൃത്യം 5:30 മണിയാകുമ്പോൾ നീ ഇവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം നീ കാണും.
ഇപ്പൊ തന്നെ നീ കാരണം മാത്രമാണ് ഞങ്ങൾ ഈ യാത്ര വൈകിട്ടത്തേക്ക് മാറ്റിയത്. രാവിലെ അവന്റെ അത്യാവശ്യപ്പെട്ട ഒരു ജോലി തിരക്ക്. മറുവശത്ത് നിന്നും അഗ്നി എന്തോ പറഞ്ഞതും കാശി ദേഷ്യത്തോടെ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ അവൻ മറക്കണ്ട, കൃത്യം 5:30. അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു. ശേഷം ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി. നിന്ന് തിരിയാൻ നേരമില്ലാത്ത സമയത്താണ് അവന്റെ ഒരു അമ്പലത്തിൽ പോക്ക്. എത്ര തിരക്കിനിടയിലാണെന്നറിയാമോടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാം നിന്റെ നിർബന്ധം കാരണമാ. അമ്പലത്തിലേക്കുള്ള യാത്രക്കിടയിൽ കാറിലിരുന്ന് കാശിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞതും അവൻ പിന്നിലായിരിക്കുന്ന നന്ദുവിനെയും അച്ചുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നിയെ നോക്കി കണ്ണുരുട്ടി. കോടതിയിലെ കേസ് കഴിഞ്ഞ് ഓഫീസിലെത്തിയ ഉടനെ സീനിയർ വക്കീലുമായി ഏതോ പ്രധാനപ്പെട്ട കേസിന്റെ ചർച്ചയിലിരിക്കുമ്പോഴായിരുന്നു കാശിയുടെ വിളി വന്നത്. വന്നേ പറ്റൂ എന്ന് അവൻ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് അഗ്നിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത്. അതിന്റെ കലിപ്പാണ് അവനിപ്പോൾ കാശിയോട് തീർക്കുന്നത്. അഗ്നിയേട്ടന് ക്ഷേത്രത്തിൽ വരാൻ ഇഷ്ടമല്ലേ? പെട്ടെന്ന് പിന്നിലിരുന്നു കൊണ്ട് നന്ദന ചോദിച്ചതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. സത്യത്തിൽ അവർ ഇരുവരും പിന്നിലിരിക്കുന്ന കാര്യം അവൻ കുറച്ചു നിമിഷത്തേക്ക് വിസ്മരിച്ചു പോയിരുന്നു. ഒരു നിമിഷം അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അത് നന്ദന, ഞാൻ അങ്ങനെയല്ല. അവൻ അവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ട് നച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടിയൊന്ന് ചിരിച്ചു. അതല്ലടോ, ഇന്ന് ഓഫീസിൽ വെച്ചൊരു ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ വിളിച്ചത്. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഒരു കേസ് ഏൽപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായും ആത്മാർത്ഥത കാണിക്കണ്ടേ? കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചാലല്ലേ കേസ് വാദിച്ച് വിജയിക്കാൻ പറ്റൂ. അതാ ഞാൻ. അവൻ നന്ദനയോടായി പറഞ്ഞുകൊണ്ട് നച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു. അയ്യടാ, കേസിനോട് ആത്മാർത്ഥതയുള്ളൊരു വക്കീലപ്പൻ. എനിക്കറിയാടോ, നിങ്ങൾ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കേസും വാദവും ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി അടയിരുന്നതെന്ന്. അവൾ അവനെ നോക്കി പെറുപെറുത്തുകൊണ്ട് ക്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നാൽ ഫ്രണ്ട് ക്ലാസ്സിലൂടെ അവളെ തന്നെ നോക്കിയിരുന്ന അഗ്നി അവൾ പെറുപെറുക്കുന്നത് എന്താണെന്ന് വ്യക്തമായി കേട്ടില്ല എങ്കിലും തന്നെ അവൾ തെറി വിളിച്ചതാണെന്ന് മനസ്സിലായി. അതിന്റെ ഫലമായി അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുരുട്ടടക്കെ. അവനും അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി കാശിയുടെ കാർ വന്നു നിന്നു. ഡോർ തുറന്ന് അഗ്നിയും കാശിയും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പിന്നിൽ നിന്നും നച്ചുവും നന്ദുവും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ദേ, അവിടെ പൂവിരിക്കുന്ന കാശിയേട്ടാ, ഞങ്ങൾക്ക് വാങ്ങിത്തരുമോ? ക്ഷേത്രത്തിന്റെ സൈഡിലെ ഒരു ചെറിയ പെൺകുട്ടി ഒരു കുട്ട നിറയെ കൂവളമാലയും കറുകമാലയും മുല്ലമാലയുമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. കാശി അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. അവൻ പറഞ്ഞതും നന്ദുവും നച്ചുവും കൂടി അതിൽ നിന്നും പൂക്കൾ വാങ്ങാൻ തുടങ്ങി. ഒരു കൂവളമാല, ഒരു കറുകമാല. നച്ചു അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. കാര്യം മനസ്സിലായതുപോലെ അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. ആഹാ, അത്രയ്ക്കായോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു. പാന്റിന്റെ പോക്കറ്റിൽ എന്തോ തടയുന്നത് പോലെ തോന്നിയപ്പോഴാണ് അഗ്നി തിരിഞ്ഞു നോക്കിയത്. ഒരു നിമിഷം ആ കാഴ്ചയിൽ അവനൊന്ന് ഞെട്ടി. തന്റെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് എടുക്കുന്നു നച്ചു. അവനൊരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും അവൾ അവന്റെ പേഴ്സിൽ നിന്ന് 500-ന്റെ ഒരു നോട്ട് കയ്യിലേക്ക് എടുത്തിരുന്നു. അതെ, ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയാണ്. അത് ചെയ്യാൻ വയ്യെങ്കിൽ കല്യാണം കഴിക്കാൻ പോകരുത്. എന്തേ, അതൊന്നും വക്കീലപ്പം പഠിച്ചിട്ടില്ലേ? അവന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കയ്യിലേക്ക് പേഴ്സ് വെച്ചു കൊടുത്തു. ശേഷം അവനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം അവളുടെ വാക്കുകളിൽ തന്നെ അവൻ കുടുങ്ങിക്കിടന്നു. ഭാര്യ. അവളുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നതോടൊപ്പം ആ ഒരു വാക്ക് മാത്രം അവന്റെ കന്നപടങ്ങളെ ഭേദിച്ചുകൊണ്ട് അവന്റെ ചെവിയിൽ ആകെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഉണ്ണിയേട്ടാ, വലുതാവുമ്പോൾ ഉണ്ണിയേട്ടനെ കല്യാണം കഴിച്ചാൽ മതി കേട്ടോ. ഞാനാ ഉണ്ണിയേട്ടന്റെ ഭാര്യ. ഒരു കുഞ്ഞി ശബ്ദം ചെവിയിൽ ആകെ മുഴങ്ങി കേൾക്കുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു. സത്യത്തിൽ അപ്പോഴാണ് അവന് ബോധം വന്നത്. അതുവരെ അവൻ നച്ചുവിന്റെ പ്രവൃത്തികൾ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ എന്തൊക്കെയായി പറഞ്ഞത്? ഭാര്യയുടെ ആവശ്യങ്ങൾ ഭർത്താവ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം അത്രേ. അതിന് നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ? അഹങ്കാരി. അവൻ പല്ല് കടിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി പെറുപിറുത്തു. ശേഷം തിരിഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കയറി. പാർവതി സനേതനായ മഹാദേവന്റെ പ്രതിഷ്ഠയായിരുന്നു ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഭഗവാൻ ദേവിയോടൊപ്പമുള്ള പ്രതിഷ്ഠ കാണുന്നത്. അവൻ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. തൊട്ട് പിന്നാലെ തന്നെ കാശിയും കയറി വന്നു. എന്തായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിലൊരു സല്ലാപം? പിന്നിൽ നിന്നും കാശിയുടെ ചൊറിയുന്ന വർത്തമാനം കേട്ടത് അവൻ തിരിഞ്ഞ് അവനെ നോക്കിയൊന്ന് പല്ല് കടിച്ചു. കാശി, എന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും. അവന്റെ ഒരു സല്ലാപം. അതും പറഞ്ഞ് മുഖവും വീർപ്പിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയതും അവന്റെ പിന്നാലെ ഒരു പുഞ്ചിരിയോടെ കാശിയും അകത്തേക്ക് നടന്നു. ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഇരുവരും കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയതും തങ്ങളുടെ വാമഭാഗത്തായി തന്റെ പാതിയും വന്നു നിന്നത് അവർ അറിഞ്ഞു. ചുറ്റിനും പരക്കുന്ന മുല്ലപ്പൂവിന്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറിയതും അഗ്നി പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ഒരു നിമിഷം അവന്റെ മുന്നിൽ തന്റെ പാതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഇരിക്കുന്ന മഹാദേവന്റെ പ്രതിഷ്ഠയാണ് തെളിഞ്ഞതെങ്കിലും
പതിയെ അവന്റെ കണ്ണുകൾ തന്റെ വാമഭാഗത്തേക്ക് നീണ്ടു. ഒരു നിമിഷം അവിടുത്തെ കാഴ്ചയെ അവന്റെ കണ്ണുകൾ വിടർന്നു. ഇടുപ്പു വരെ നീണ്ടു കിടക്കുന്ന കട്ടിയുള്ള കറുത്ത മുടിയുടെ നടുക്ക് ഭാഗത്തായി വെച്ചിരിക്കുന്ന മുല്ലപ്പൂവ്. വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. അവൻ കണ്ണെടുക്കാതെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ നച്ചു തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് നെറ്റി ചൊളിച്ചു. അപ്പോൾ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ ചുറ്റമ്പലത്തിനെ വലം വയ്ക്കാനായി തിരിഞ്ഞു നടന്നു. അവൾ നടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ആ നീണ്ട മുടികളിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവുകളിലായിരുന്നു. ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് തല നിറയെ മുല്ലപ്പൂ വയ്ക്കാൻ വേണ്ടി വാശി പിടിച്ചു കരയുന്ന അവന്റെ വാവയുടെ മുഖം കടന്നു വന്നു. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഭഗവാനെ നേരെ തിരിഞ്ഞു. എന്റെ മനസ്സിൽ എന്റെ വാവയ്ക്കല്ലാതെ മറ്റൊരുവൾക്ക് സ്ഥാനം ഉണ്ടാകില്ല. ആ സ്ഥാനത്തേക്ക് കയറി വരാൻ ആര് ശ്രമിച്ചാലും അവരോട് ഈ അഗ്നി പൊറുക്കുകയുമില്ല. ശ്രീകോവിലിലേക്ക് നോക്കി അവനൊരു പ്രതിജ്ഞ പോലെ പറഞ്ഞു നിർത്തുമ്പോൾ ഭക്തവത്സലനായ മഹാദേവന്റെയും പാർവതി മാതാവിന്റെയും മുഖത്ത് ഒരു കള്ളച്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദവും വാങ്ങിക്കൊണ്ട് അവർ 4 പേരും പുറത്തേക്കിറങ്ങി. ഹായ്, പായസം താടി ഇങ്ങോട്ട്. നച്ചുവിന്റെ കയ്യിലിരുന്ന ഇലയിൽ പ്രസാദം കഴിപ്പിച്ച പായസം കണ്ടതും നന്ദു അത് പിടിച്ചു വാങ്ങി. മുഴുവനും കഴിക്കരുത്, എനിക്കും വേണം. തന്റെ കയ്യിലെ ഇലയിൽ നിന്നും പായസം എടുക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് നച്ചു പറഞ്ഞത് കേട്ട് അവളൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് തലയാട്ടി. ശേഷം ഇലയിൽ നിന്നും പായസം കുറേശ്ശെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നച്ചുവിന്റെ വായിലും വെച്ചു കൊടുക്കുന്നുണ്ട്. 2 തവണ കാശിയുടെയും അഗ്നിയുടെയും കയ്യിലേക്കും വെച്ചു കൊടുത്തു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി പായസം. ഇലയിലുണ്ടായിരുന്ന പായസത്തിന് അവസാനവും വടിച്ചു കുടിച്ച ശേഷം നന്ദു പറഞ്ഞത് കേട്ട് കാശിയും അഗ്നിയും അവളെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു. നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട, അവളൊരു പായസ കൊതിച്ചിയ. പായം തുറന്നു നിൽക്കുന്ന കാശിയും അഗ്നിയെ നോക്കിക്കൊണ്ട് നച്ചു പറഞ്ഞത് കേട്ട് നന്ദു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നിന്റെ കെട്ടിയനടി പായസ കൊതിച്ച്. പറഞ്ഞു കഴിഞ്ഞതും നന്ദു അബദ്ധം പറ്റിയതുപോലെ നാക്ക് കടിച്ചു. അവളൊന്ന് കണ്ണിറുക്കി അടച്ചു തുറന്നുകൊണ്ട് അഗ്നിയെ നോക്കിയതും അവൻ തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. അവൾ ദയനീയമായി കാശിയുടെയും നച്ചുവിന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവർ ഇരുവരും ചിരി കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു. അഗ്നി അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അഗ്നിയേട്ടന് ദേഷ്യമായി കാണുമോ? അവന്റെ പോക്ക് കണ്ടതും നന്ദു ദയനീയമായി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, അതൊക്കെ കുറച്ചു നേരത്തേക്കേ കാണും, നിങ്ങൾ ധൈര്യമായിട്ട് വാ. നന്ദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാശി അവരെയും കൂട്ടി അഗ്നിയുടെ പിന്നാലെ കാറിനരികിലേക്ക് നടന്നു. അവരെത്തുമ്പോഴേക്കും അഗ്നി മുഖവും വീർപ്പിച്ചു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നിരുന്നു. നച്ചു അവനെ കണ്ടതും ഒന്ന് അടക്കി ചിരിച്ചു. അവൻ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കിയതും അവൾ നല്ല വൃത്തിക്ക് അവനെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ സോറി അഗ്നിയേട്ടാ, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോഴേക്ക് പരസ്പരം വിളിക്കാറുണ്ട്, അങ്ങനെ വിളിച്ചതാ. കെട്ടുകഴിഞ്ഞ കാര്യം പെട്ടെന്ന് ഓർത്തില്ല, സോറി. കാറിനകത്തേക്ക് കയറുന്നതിനിടെ അവന്റെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ടതും നന്ദു പതിയെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല നന്ദു, ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കളിപ്പിച്ചതാ. ഇതൊക്കെ ഞങ്ങളും പരസ്പരം വിളിക്കുന്നതാ, അല്ലടാ. നിങ്ങൾ പുല്ലിംഗാണെങ്കിൽ ഞങ്ങൾ സ്ത്രീലിംഗം വിളിക്കും, അത്രയേ ഉള്ളൂ. അഗ്നി പറഞ്ഞത് കേട്ടതും നന്ദു അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അവനും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചത് തന്നെ കോർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന നച്ചുവിനെ കണ്ട് അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. അതിന് മറുപടിയായി അവളൊന്ന് പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇവരുടെ ഈ കട്ടായങ്ങൾ കണ്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ കാശിക്കാർ മുന്നോട്ടെടുത്തു. ജയിലിന്റെ അഴികളിൽ ചാരി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗിരിയുടെ മനസ്സ് നിറയെ പട്ടുപാവടെ ഉടുപ്പിട്ട് തല നിറയെ മുല്ലപ്പൂവും ചൂടി തനിക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങുന്ന 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മുഖം കടന്നു വന്നു. അവളുടെ കുസൃതിയും കുറുമ്പും എല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അയാൾ മുഷ്ടി ചുരുട്ടി അഴികളെ മുറുകെ പിടിച്ചു. വിടില്ല, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എനിക്കുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം എണ്ണി കണക്ക് പറയിച്ചിരിക്കും ഈ ഗിരി. പകയോടെ അയാൾ മനസ്സിൽ പറയുമ്പോൾ ആരെയൊക്കെയോ പച്ചയ്ക്ക് കത്തിക്കാനുള്ള അഗ്നി അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അഗ്നിയൊക്കെ തിരികെ മനക്കലെത്തുമ്പോൾ ഏകദേശം സന്ധ്യ അടുത്തിരുന്നു. കാശിക്കാർ മുറ്റത്തേക്ക് കയറ്റി നിർത്തിയതും അഗ്നിയും നച്ചുവും നന്ദു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കാശി കൂടി ഇറങ്ങിയതും അവർ 4 പേരും കൂടി അകത്തേക്ക് നടന്നു. സാറേ, പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. അല്പം പ്രായം ചെന്ന ഒരു സ്ത്രീയും പുരുഷനും അവരുടെ അരികിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആരാ, മനസ്സിലായില്ല. അവരെ കണ്ടതും ആളെ മനസ്സിലാവാതെ കാശി ചോദിച്ചു. നമസ്കാരം സാറന്മാരെ, എന്റെ പേര് സഹദേവൻ, ഇതെന്റെ ഭാര്യ രമണി. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. ഞങ്ങൾക്ക് അഗ്നിനേത്രൻ സാറിനെ ഒന്ന് കാണണം, ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. കാശിയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം ആ പ്രായമായ വൃദ്ധൻ പറഞ്ഞു. ഞാൻ അഗ്നിദത്ത്, കേസിന്റെ ആവശ്യമാണെങ്കിൽ ഓഫീസിലേക്ക് വന്നോളൂ, ഞാൻ വീട്ടിൽ കേസൊന്നും എടുക്കാറില്ല. അവർ പറഞ്ഞത് കേട്ട് അഗ്നി അല്പം മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയില്ലേ സാറേ, ഞങ്ങൾ സാറിന്റെ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. അവിടെ അന്വേഷിച്ചപ്പോഴാണ് സാർ അവിടെ നിന്ന് നേരത്തെ പോയി എന്നറിഞ്ഞത്. അതാ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അയാൾ ദയനീയമായി പറഞ്ഞു. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാളെ ഓഫീസിലേക്ക് വരൂ. അയ്യോ സാറേ, ഞങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്നാ വരുന്നത്.
രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട ഈ സമയത്തെങ്കിലും ഇവിടെ എത്തിയത്. ഇന്നിനി എങ്ങനെയാ ഞങ്ങൾ പോയിട്ട് നാളെ വരുന്നത്? ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല സാറേ. എന്തെങ്കിലും കനിവുണ്ടാകണം. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ശേ. അയാളുടെ ഭാര്യ തൊഴുകൈയോടെ അഗ്നിയുടെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയതും അവൻ രണ്ടടി പിന്നിലേക്ക് മാറി. ദേ നോക്ക്, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഞാൻ വീട്ടിൽ കേസുകളൊന്നും നോക്കാറില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ പോയിട്ട് നാളെ വരികയോ അല്ലെങ്കിൽ ടൗണിൽ എവിടെയെങ്കിലും ഒരു മുറിയെടുത്ത് താമസിച്ചിട്ട് നാളെ ഓഫീസിലേക്ക് വരികയോ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ നോക്കി ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞകത്തേക്ക് നടന്നുപോയി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതും അവർ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവരുടെ അവസ്ഥയും കണ്ണീരുമൊക്കെ കണ്ടതും അച്ഛന് അവരോട് സഹതാപം തോന്നി. ഛേ, ഇയാൾ എന്തൊരു മനുഷ്യനാ! അവൾ ഇത്ര ദൂരത്തുനിന്ന് വരികയാണെന്ന് പറഞ്ഞതല്ലേ? കണ്ടിട്ട് പാവങ്ങളാണെന്ന് തോന്നും. ഈ അവസ്ഥയിൽ ഇനി പോയിട്ട് നാളെ അവർ എങ്ങനെ വരാനാ? അവൾ വിഷമത്തോടെ ഓർത്തു. ശേഷം അവൻ പോയ വഴിയൊന്ന് നോക്കി. വീട്ടിൽ കേസെടുത്താ ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അഖിലപ്പന്റെ കോട്ടൂരി പോവും. ഈ ചാട അല്ലാതെ എന്താ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു നെടുവീർപ്പോടെ അവർ പോകുന്നത് നോക്കി നിന്നു. അതെ, ഒന്ന് നിന്നേ. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ അവരെ പിന്നിൽ നിന്നും വിളിച്ചു. അവർ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ലച്ചു ഓടി അവരുടെ അരികിലേക്ക് ചെന്നു. കാശിയും നന്ദു പരസ്പരം ഒന്ന് നോക്കി. അതെ, അദ്ദേഹം കുറച്ച് ടെൻഷനിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാം. അവൾ പറഞ്ഞത് കേട്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ നന്ദി സൂചകമായി അവളുടെ മുന്നത്തോട് കൈയോടെ നിന്നു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ശേഷം തിരിഞ്ഞു നടന്നതും കാശിയും നന്ദു അവളെ സംശയത്തോടെ നോക്കി നിന്നു. അച്ചു, താനിത് എന്ത് ചെയ്യാൻ പോവാ? അവൾ അടുത്തേക്ക് വന്നത് കാശി ചോദിച്ചു. ദത്തേട്ടനെ വിളിച്ചുകൊണ്ടുവരാൻ. പാവങ്ങൾ ഒരുപാട് ദൂരത്തു നിന്ന് വന്നതല്ലേ. ഇനി പോയിട്ട് അവർ നാളെ എങ്ങനെ വരാനാ? അവർ ഇന്ന് തന്നെ ദത്തേട്ടനെ കണ്ട് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോട്ടെ. നച്ചു പറഞ്ഞത് കേട്ട് കാശി അവളെ നോക്കിയൊന്ന് തലയാട്ടി കാണിച്ചു. അതിന് നിന്റെ കെട്ടി ആ കാർക്കോടകം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാശി പറഞ്ഞത് കേട്ട് നച്ചുവും നന്ദു പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവനെ സംശയത്തോടെ നോക്കി. എന്റെ പൊന്നു നച്ചു, അവൻ വക്കീൽപ്പണി തുടങ്ങിയ നാൾ തൊട്ടുള്ള അവന്റെ ശീലമാണ് കേസിന് ഒരു കാര്യത്തിനും ഒരു ക്ലയൻസിനെയും വീട്ടിലേക്ക് ക്ഷണിക്കില്ല എന്നുള്ളത്. അമ്മാവനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല്ലങ്ങൾക്കിടെ ഒരിക്കൽ പോലും കേസിന്റെ ആവശ്യത്തിന് ഒരാളും ഈ മനക്കിൽ തറവാടിന്റെ പടി ചവിട്ടിയിട്ടില്ല. കാശി പറഞ്ഞത് കേട്ട് നച്ചുവും നന്ദു അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. എന്നാലും പാവങ്ങളല്ലേ കാശിയേട്ടാ, അവരുടെ അവസ്ഥ കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു. ദത്തേട്ടനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് കാശിയോടായി പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവനൊരു തീരുമാനം എടുത്താൽ എടുത്തത് തന്നെ. അതവൻ ആര് പറഞ്ഞാലും മാറ്റില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും മോള് ചെന്നൊന്ന് പറഞ്ഞു നോക്ക്. ഇനി ഭാര്യ ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ലേ എന്നോർത്ത് ചിലപ്പോൾ അവൻ സമ്മതിച്ചാലോ? കാശി അവളെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ട് നന്ദുവും പുഞ്ചിരിച്ചു. എന്നാൽ നച്ചുവിന്റെ മനസ്സിനറെ അവൻ പറഞ്ഞ ഒരു വാചകം മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അഗ്നിയുടെ സ്വഭാവം വെച്ച് അവനൊരു തീരുമാനമെടുത്താൽ അത് ആരാലും മാറ്റാൻ കഴിയില്ല എന്ന കാശിയുടെ വാക്കുകളോടൊപ്പം തന്നെ ആദ്യ രാത്രി അഗ്നി അവളോട് പറഞ്ഞ വാചകങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. 6 മാസങ്ങൾ കഴിയുമ്പോൾ അവൻ കെട്ടിത്തന്ന താലിയും അഴിച്ചു വെച്ച് ഡിവോഴ്സ് നോട്ടീസും ഒപ്പിട്ട് അവന്റെ വീടിന്റെ പടി ഇറങ്ങണമെന്ന അവന്റെ വാക്കുകൾ ചെവിയിലാകെ മുഴങ്ങുന്നത് പോലെ തോന്നിയത് അവൾ ഒരു നിമിഷം ഒന്നനങ്ങാൻ പോലും കഴിയാതെ സ്തംഭിച്ചു നിന്നുപോയി.